എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ്സും പോലീസിലേക്കുള്ള വേക്കൻസിയുമാണ്. സോ 4 നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതുണ്ട്. നമുക്ക് ഓരോ നോട്ടിഫിക്കേഷനും 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമതായി CISFലേക്കുള്ള കോൺസ്റ്റബിളിന്റെ വേക്കൻസിയാണ്. 3/4/2025 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാം. CISFന്റെ സൈറ്റ് വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപേക്ഷിക്കുമ്പോൾ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പിന്നീട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, ഡോക്യുമെന്റേഷൻ, റിട്ടൺ എക്സാമിനേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് 21,700 മുതൽ 69,100 വരെ സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. സോ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പേ ലെവൽ സ്കെയിൽ ലെവൽ 3 ആണ്. വേക്കൻസി പറഞ്ഞിരിക്കുന്നത് 1161 വേക്കൻസിയാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 18 മുതൽ 23 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 2/8/2002 1/8/2007 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. ഇതിൽ നിന്ന് 3 വർഷത്തെ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത UPSCയുടെ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ്. CRPF, BSF തുടങ്ങിയ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള ഓഫീസർ എൻട്രിയാണ് അസിസ്റ്റന്റ് കമാൻഡന്റ്. 25/3/2025 വരെ നമുക്ക് ഓൺലൈനായിട്ട് UPSCയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 100 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ. ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ എക്സാമിനേഷൻ സെന്റർ ഉണ്ട്. 357 വേക്കൻസിയാണ്. BSF 24 വേക്കൻസി, CRPF 204 വേക്കൻസി, CISF 92 വേക്കൻസി, ITBP 4 വേക്കൻസി, SSB 33 വേക്കൻസിയാണ്. 25 വയസ്സ് വരെ അൺറിസർവ്ഡിനും 28 വയസ്സ് വരെ OBCക്കും 30 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് ITBPയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. കോൺസ്റ്റബിൾ തസ്തികയുടെ റിക്രൂട്ട്മെന്റ് ആണ്. ജനറൽ ഡ്യൂട്ടിയാണ്. 2 ഏപ്രിൽ 2025 വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് ITBPയുടെ സൈറ്റ് വഴി അപേക്ഷിക്കാം. സ്പോർട്സ് കോട്ടയാണ്. അത്ലറ്റിക്സ്, സ്വിമ്മിംഗ്, ഷൂട്ടിംഗ്, ബോക്സിംഗ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, ടൈക്വോണ്ടോ, ആർച്ചറി തുടങ്ങിയ 27ഓളം സ്പോർട്സ് ഈവൻസിലേക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 133 വേക്കൻസിയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാം. 10th ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ സ്പോർട്സ് സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാലറി സ്കെയിൽ 21,700 മുതൽ 69,100 വരെ സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്തത് ഇന്ത്യൻ നേവിയിലേക്കുള്ള ഗ്രൂപ്പ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റ് ഉണ്ട്. സ്ട്രാങ് ലസ്കാർ, ലസ്കാർ 1, ഫയർമാൻ, ടോപ്പാസ് തുടങ്ങിയ തസ്തികയാണ്. 300ലധികം വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സ്ട്രാങ് ലസ്കാറിലേക്ക് 10ാം ക്ലാസ്സും സ്ട്രാങ് സർട്ടിഫിക്കറ്റും 2 വർഷം എക്സ്പീരിയൻസും, ലസ്കാറിലേക്ക് 10ാം ക്ലാസ്സും നോളജ് ഓഫ് സ്വിമ്മിങ്ങും 1 ഇയർ എക്സ്പീരിയൻസും, ഫയർമാനിലേക്ക് 10ാം ക്ലാസ്സും നോളജ് ഓഫ് സ്വിമ്മിങ്ങും സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. ടോപ്പാസിലേക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം. സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 300ലധികം വേക്കൻസി ഉണ്ട്. നിലവിൽ ഇത്രയും വേക്കൻസിയിലേക്ക് നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.